ഹലോ, നമ്മളൊരു ഫോട്ടോഷൂട്ടിന് പോവാണ് കേട്ടോ. അമ്മൂസിൻ്റെ നമ്മളെ സ്വന്തം മുടപുരത്തെ ഓണക്കുടിയിലാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ 2 ദിവസം കൂടി ഉള്ളൂ ഓണത്തിന്. അപ്പം ഇനിയും പോയില്ലെങ്കിൽ പൂവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോകും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അമ്മൂസിനെയും കൊണ്ട് ഒരു ഫോട്ടോഷൂട്ടിന് പോവാണ്. മാത്രമല്ല അമ്മൂസിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാനാണ് പ്ലാൻ. അമ്മൂസെ ഇങ്ങോട്ട് കാണിക്കാം. അമ്മൂസിൻ്റെ ലുക്ക് ഉണ്ടോ? അപ്പോൾ അമ്മൂസ് റെഡിയാണ്. ഞങ്ങൾ ജസ്റ്റ് കൂടെ പോകുന്നതാണ്. ഫോട്ടോ എടുത്തു കൊടുക്കുക അസിസ്റ്റൻ്റ് പണിയാണ്. അപ്പോൾ മെയിൻ താരം അമ്മൂസാണ്. അപ്പോൾ നമുക്കിനി ഓണക്കുടിയിലേക്ക് പോകുന്ന വഴിയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമ്മൾ മുമ്പ് ഓണക്കുടിയിൽ പോയ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഷോർട്സും ഫുൾ വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പോഴത്തെ നമ്മുടെ ഓണക്കുടിലിൻ്റെ ലുക്കൊക്കെ വേറെയാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഓണക്കുടിയിൽ എവിടെയാണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ മുടവരത്ത് നിന്ന് മുട്ടപ്പുള്ള റൂട്ട് പോകുമ്പോൾ മില്ലുമുക്കിൻ്റെ അവിടുന്ന് തെങ്ങുമ്പള റൂട്ടാണ്. തെങ്ങുമ്പള ക്ഷേത്രത്തിലേക്ക് പോകുന്ന റൂട്ടാണ്. ആക്ച്വലി നമുക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ ഒരാളിവിടെ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നെ നമുക്ക് നടക്കാനുള്ള മടി. അങ്ങനെയാണ് സ്കൂട്ടിയിൽ വരുന്നത്. ബെഞ്ചൊക്കെ ഇട്ടു കേട്ടോ, ബെഞ്ചൊക്കെ ഇട്ടു. നല്ല അടിപൊളി ടൈമാണ്. ഒറ്റ മനുഷ്യരില്ല. ഇവിടെ ഒന്നോ രണ്ടോ പേര് നിൽപ്പുണ്ട്, അത്രേ ഉള്ളൂ. അടിപൊളി വെയിലാണ്, അതിന് മാത്രം ഒരു കുറവില്ല. ഇവിടെ തണലത്തങ്ങനെ നിർത്താടിക്കും. ഇതേ 2 വീലർ പാർക്കിംഗ് ഇറങ്ങും. അപ്പോൾ കണ്ടോ, അതോ അവിടെ 2 ബെഞ്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ഊഞ്ഞാലുണ്ട്. പിന്നെ അതേ ഇവിടെ 1 2 3 4 5 6 ബെഞ്ച് ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ലൈറ്റോ എവിടെ? ഏതാണ്? ഓ, ഇത് ലൈറ്റ് മറ്റേ നമ്മൾ ഉത്സവത്തിന് വയ്ക്കുന്ന ലൈറ്റ് അല്ലേ? ഓ ശരി, അത് ഡേ ലൈറ്റിൽ എനിക്ക് മനസ്സിലായില്ല. ഇപ്പം അമ്പലങ്ങളിലൊക്കെ കാണുമല്ലോ മറ്റേ ഈ തെങ്ങിൽ വെച്ചേക്കുന്നത്. ആ 2 സൈഡിലുണ്ട്. പിന്നെ അത് ഇവിടെ ഉണ്ട്. ഓണക്കുടിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ 2 ഉണ്ട്. അവിടെ 2 ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരമൊക്കെ ഞാൻ ഭയങ്കര തിരക്കായിരിക്കും. അടിപൊളി ഓറഞ്ചും മഞ്ഞയും ഒക്കെ കലർന്ന ജമന്തി പൂക്കൾ, അടിപൊളി. ഇതേ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ താമര ഇവിടെ കൊണ്ട് നട്ടിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുവാണ്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ പാവം പയ്യന്മാരൊക്കെ റെഡിയാക്കി നമ്മുടെ ഈ ബണ്ടൊക്കെ പൊളിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് അവർ വെച്ചതാണ് കേട്ടോ. ഇവിടെ അവർ ഈ ഒരു മുളയുടെ കമ്പ് വെച്ചേക്കുന്നത് കൊണ്ട് ബാക്കി എല്ലാം വന്ന് ഇവിടെ തടഞ്ഞൊക്കെ നിന്നു. പിന്നെ അവരത് എടുത്ത് വെച്ചിരുന്നു. ഭാഗ്യത്തിന് നമ്മുടെ താമരയൊക്കെ ഈ ഒരു ബേസിനിൽ തന്നെ അവർ വെച്ചത് കൊണ്ട് താമര പോയില്ല. എന്നാലും അടുത്ത് നമ്മുടെ ഓണാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൂടൊക്കെ അടിപൊളിയായിട്ട് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ബാക്കി പൂക്കളും കൂടെയൊക്കെ വിരിഞ്ഞ് വരുമ്പോൾ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. എന്തായാലും കുറേ പേരുടെ കഷ്ടപ്പാടാണ് കേട്ടോ. അതും കുറേ എന്താ പറയുക സ്ട്രഗിള് ചെയ്ത് നേടിയെടുത്ത ഒരു ഒരു പൂന്തോട്ടമാണിത്. കാരണം ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നമ്മൾ ഓണക്കുടിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അവർ ഓരോരുത്തർ കട്ടുകൊണ്ട് പോവുകയും നമ്മളെ പ്രകൃതി തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ പന്നി വന്ന് കുറേ തള്ളിമറിച്ചു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടും അതിൽ നിന്നൊക്കെ തല ഉയർത്തി വന്നെന്താ തീയിൽ കുരുത്ത ഒരു പൂന്തോട്ടമാണ് നമ്മുടെ ഈ ഓണക്കുടിലെന്ന് പറയുന്ന ഒരു സംരംഭം. പിന്നെ നമ്മുടെ ഓണക്കുടിൻ്റെ മെയിൻ ഹൈലൈറ്റാണ് ഈ ഒരു സംഭവം. ഇതാണ് യഥാർത്ഥത്തിൽ ഓണക്കുടിൽ. അപ്പോൾ ഈ ഒരു ഏരിയ തന്നെ ഇപ്പോൾ ഓണക്കുടിൽ എന്ന് പറയുന്ന ഒരു ഒരു പേരിലാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണക്കുടി. നമ്മുടെ ഇവിടെ മുടപുരത്ത് തന്നെയുള്ള അയൺ മോഡ്സ് ആണ് കേട്ടോ ഇത് സ്പോൺസർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുടപുരത്ത് തെങ്ങുമുള ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് അവരുടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉള്ളത് കേട്ടോ. അപ്പോൾ അവരാണിത് കഴിഞ്ഞ വർഷമാണ് അവരത് സംഭവങ്ങളെല്ലാം സെറ്റാക്കിയത്. ജമന്തിപ്പാടമാണ് ഈ വർഷത്തെ ഹൈലൈറ്റ്. പിന്നെ അത് ഇങ്ങനൊരു സംഭവമുണ്ട്. ഇനി എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ അമ്മൂസ് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഇതൊന്നും അല്ല കേട്ടോ, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു 3 മണിയായപ്പോഴാണ് വന്നത് കേട്ടോ. ആ സമയത്തുള്ള തിരക്ക് നിങ്ങൾ കണ്ടതാണ്, ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നെങ്കിൽ 4:30 5 മണിയായി. ഇവിടെ തിരക്ക് നോക്കണം, ഇനിയും തിരക്ക് കൂടും കേട്ടോ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും. നമ്മളിതിൻ്റെ ഇടയ്ക്ക് അമ്മൂസിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഹൈമ എന്നാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റാ പേജ്. ഇപ്പോൾ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കണേ. പിന്നെ വൈകുന്നേരം ഇപ്പോൾ മഴക്കോളൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കും കാര്യങ്ങളായി. പിന്നെ അധികം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതുകൊണ്ട്
പിന്നെ ഓക്കെ ഇനി കുറച്ച് നേരം പിന്നെ മണി 5:30 ആയല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ചായക്കടയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ചേച്ചിമാരൊക്കെ ചേർന്നിട്ട് നടത്തുന്ന ഒരു ചായക്കടയാണ്. അതുപോലെ തന്നെ ഈ ഏരിയ മൊത്തത്തിലൊരു CCTV സർവൈലൻസിലാണ്. പിന്നെ അത് വൈകുന്നേരം ഞങ്ങൾ പോയിട്ട് ടെമ്പോ നിറച്ച് ഗേൾസാണ് കേട്ടോ, റീൽസൊക്കെ എടുക്കാനായിട്ട് വരുന്നതാണ്. അയ്യോ, അങ്ങനെ ഒരുവിധം അമ്മൂസിനെ ഓണക്കുടിൽ കാണിച്ചു, കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിൽ പോകാതെ നമ്മൾ വന്നപ്പോൾ ഉള്ള സ്ഥലവും നമ്മൾ പോകുമ്പോൾ ഉള്ള തിരക്കും കണ്ടോ. അപ്പം ഞങ്ങളുടെ ഓണക്കുടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ നിന്ന് അമ്മയുടെ വിളി തുടങ്ങി. നാളെ ഉത്രാടമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.